ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. നമ്മളിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിൻ്റെ പേരിൽ പറയുന്ന ഗ്യാസ് ലോസ് തുടങ്ങാൻ പോവുകയാണ്. എന്താണ് ഗ്യാസ് ലോ? അപ്പോൾ സോളിഡിനും ലിക്വിഡിനും ഇല്ലാത്ത കുറേ പ്രത്യേകതകൾ ആർക്കുണ്ട്? ഗ്യാസസിനുണ്ട്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്ന് പറയുന്നതും ഇപ്പം നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും? മാറാറുണ്ട്, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരാറുണ്ട്. ഈ മാറ്റങ്ങളിൽ പലതും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാറും ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി കാണുന്ന പല കാര്യങ്ങളും, ഈ കാര്യങ്ങളുടെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നേരത്തെ പഠിച്ച പ്രഷർ, വോളിയം, ടെമ്പറേച്ചറിനും ഗ്യാസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവയെ പറ്റി പറഞ്ഞ നിയമമാണ് ഗ്യാസ് ലോ എന്ന് പറയുന്നത്. വർഷങ്ങളോളം നീണ്ടു നിന്ന് എക്സ്പെരിമെൻറ്റുകളിലൂടെയും ഒബ്സർവേഷനുകളിലൂടെയും നമ്മൾ കണ്ടെത്തിയ കുറച്ച് പ്രോപ്പർട്ടികളാണ് നമ്മൾ ഈ ഗ്യാസ് ലോ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. 3 നിയമങ്ങളാണ് വരുന്നത്. ഒന്ന് ബോയിൽസ് ലോ, 2 ചാൾസ് ലോ, പിന്നെ അവഗാഡ്രോ ലോ. ഇതല്ലാതെ വേറെയും ലോസ് ഉണ്ട്. തൽക്കാലം ഇത് 3 നിങ്ങൾ അറിയുക. ആദ്യം നമ്മളിത് 3 പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഓരോന്നിലും 2 പ്രോപ്പർട്ടീസ് വെച്ചുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ബോയിൽസ് നിയമത്തിൽ നമ്മൾ പ്രഷറും വോളിയവും മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയും. ചാൾസ് ലോയിൽ വോളിയവും ടെമ്പറേച്ചറിനെയും പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറയും. അപ്പോൾ വ്യാപ്തവും അതുപോലെ തന്നെ എന്താണ് താപനിലയും പറ്റിയുള്ള റിലേഷൻ പറയും. അതായത് ഇതൊന്ന് കൂടുമ്പോൾ മറ്റൊന്നിന് എന്ത് സംഭവിക്കുന്നു അല്ലെ, ആ രീതിക്കാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അവഗാഡ്രോയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ, ഇത് ക്യാപിറ്റൽ എൻ അല്ല സ്മോൾ എൻ ആണ്, ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്, സ്മോൾ എൻ. അതുപോലെ തന്നെ വോളിയവും തമ്മിലുള്ള ബന്ധം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയവും തമ്മിലുള്ള ബന്ധമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് ഓരോന്നും വ്യക്തമായിട്ട് പഠിക്കും. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോയിൽസ് നിയമത്തിനെ പറ്റിയാണ്. ഇതിനെ പറ്റിയിട്ടാണ്, ബോയിൽസ് ലോയെ പറ്റിയാണ്. ബോയിൽസ് ലോ. അപ്പം ബോയിൽസ് ലോ ഓർത്ത് വയ്ക്കാനായിട്ട് പണ്ട് തൊട്ടേ ഒരു കോഡുണ്ട്. പാവം ബോയിൽ, PAVA, പാവം ബോയിൽ. PA എന്ന് വെച്ചാൽ പ്രഷർ, BA എന്ന് വെച്ചാൽ വോളിയം. അപ്പോൾ പാവം ബോയിൽ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തിനാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് വെച്ചാൽ, ബോയിൽ നിയമവും ചാൾസ് നിയമവും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനാണ് കുറേ കാലങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്ന കോഡാണ് പാവം ബോയിൽ. പാവം ബോയിൽ, പാവത്തിൻ്റെ P ഫോർ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം, V ഫോർ വ്യാപ്തി അല്ലെങ്കിൽ വോളിയം. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് പ്രഷറും വോളിയം തമ്മിലുള്ള ബന്ധം? വളരെ കോമൺ ലോജിക്കാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മളൊരു ഗ്യാസിനെ എടുത്തിട്ട് ഗ്യാസിൻ്റെ പ്രഷർ കൊടുത്ത് ചുരുക്കി കഴിഞ്ഞാൽ വോളിയം കുറയും എന്ന് പറയുന്നത് ഒരു നിയമമാണോ? അല്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന കാര്യമില്ല. ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു ഗ്യാസിനെ എടുക്കുന്നു, ഗ്യാസിനെ എടുത്തിട്ട് സിറിഞ്ച് എടുക്കുക. ഇവിടുത്തെ സിറിഞ്ചിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഒരു സിറിഞ്ച് എടുത്തു, നമ്മൾ സിറിഞ്ചിനകത്തേക്ക് ഇതേപോലെ ഒരു ബലൂണിനെ കയറ്റി വെച്ചിട്ട് ഈ പറയുന്ന പ്ലഞ്ചർ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഈ വലിക്കുന്ന സാധനമല്ലേ, ഇതിന് പുറകിലോട്ട് വലിക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ അത് വോളിയം അല്ലേ? ഇത്രയും ഭാഗം എന്ന് വെച്ചാൽ അത് വോളിയം അല്ലേ? ഈ വോളിയത്തിനകത്ത് ഇങ്ങോട്ട് നമ്മൾ നമ്മളങ്ങനെ വലിക്കുമ്പോഴത്തേക്കും പ്രഷർ സദ്യ കുറയല്ലേ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയും അല്ലേ? പ്രഷർ കുറയും. പ്രഷർ എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ അളവ്. അപ്പോൾ ഏരിയ കൂടുമ്പോൾ ഉറപ്പായിട്ട് പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ വോളിയം ഇവിടെ എന്ത് ചെയ്യുന്നതായിട്ട് കാണുന്നു? കൂടുന്നതായിട്ട് കാണുന്നു അല്ലേ? ബലൂൺ എന്ത് ചെയ്യാണ്? വീർക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് അങ്ങോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് കോമൺ ലോജിക്കുള്ള എല്ലാവർക്കും അറിയത്തില്ല ഇവിടെ പ്രഷർ കൂടുക എന്നുള്ള കാര്യം അല്ലേ? നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പ്രഷർ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കൂടിയപ്പോൾ എന്താ കണ്ടത്? പ്രഷർ കൂടിയപ്പോൾ ഈ ബലൂൺ എന്തായിട്ടാണ് കണ്ടത്? ചെറുതാവുന്നതായിട്ടാണ് കണ്ടത്. എന്താവുന്നതായിട്ടാണ് കണ്ടത്? ചെറുതാവുന്നതായിട്ടാണ് കണ്ടത്. ചെറുതാവുക എന്ന് വെച്ചാൽ അവിടെ വോളിയം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും, പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും, പ്രഷർ കൂടിയ വോളിയം എന്ത് ചെയ്യും? കുറയും എന്ന് പറഞ്ഞാൽ സിമ്പിൾ നിയമത്തിൻ്റെ പേരാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. എത്ര മനോഹരം അല്ലേ? എത്ര സിമ്പിൾ, നിസ്സാരം. അത്ര നിസ്സാരം ആണോ എന്ന് ചോദിച്ചാൽ ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം. കാരണം കുറച്ചധികം കാര്യങ്ങൾ അതിൻ്റെ കൂടെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിറിഞ്ച് നിങ്ങൾ എടുക്കുക, അതിൻ്റെ പിസ്റ്റൺ മാറ്റിയിട്ട് അകത്തേക്ക് ഒരു ബലൂണിനെ നമ്മൾ എന്ത് ചെയ്തു? കുത്തി കയറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്താ? പിസ്റ്റൺ ഈസ് പുൾഡ് ഇൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അകത്തേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ പറയുന്ന വോളിയം കുറയുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? പുൾഡ് ബാക്ക് നമ്മൾ പുറകോട്ട് വലിക്കുമ്പോൾ എന്ത് പറ്റും? വോളിയം എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? കൂടുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം ഇത് നോക്കിയേ. വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ ഇൻസൈഡ് ദ സിറിഞ്ച് വെൻ ദ പിസ്റ്റൺ ഈസ് പുഷ്ഡ് ഇൻ? പിസ്റ്റൺ അകത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ പ്രഷറിന് എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ദ പിസ്റ്റൺ ഈസ് പുൾഡ് ബാക്ക്? പുറത്തോട്ട് വലിക്കുമ്പോൾ നമുക്കറിയാം ഏരിയ കൂടുകയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും? ഡിക്രീസും ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ബലൂൺ വലുതാവുകയും ചെറുതാവുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് വോളിയം കൂടുകയും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റിലേഷൻ.
പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും. ഈ നിയമത്തിൻ്റെ പേരാണ് ബോയിൽ നിയമം. ഈ നിയമത്തിൻ്റെ പേരാണ് ബോയിൽ നിയമം. നമ്മളിതിനെ മാത്തമാറ്റിക്കലി എഴുതാൻ പോവുകയാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനും പോവുകയാണ്. ഇവിടെ ഒന്ന് നോക്കടാ. ഇവിടെ ഒരു പിസ്റ്റൺ, നമ്മൾ സിറിഞ്ചിൻ്റെ മെക്കാനിസം ആണേ. ഇതാ ഇവിടെ ഇത്രയും വലിയ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇതിനകത്ത് 10 ലിറ്റർ ഗ്യാസ് ഉണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 2 അറ്റ്മോസ്ഫിയർ. ATM തൊട്ട് മുമ്പ് പഠിച്ച ഓർമ്മയുണ്ടല്ലോ. പ്രഷർ വോളിയത്തിൻ്റെ യൂണിറ്റാണ് ലിറ്റർ എന്ന് പറയുന്നത്. 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ലിറ്റർ. നമ്മൾ ഈ പ്രഷർ കൂട്ടി എന്ന് വെച്ചാൽ പ്രസ് ചെയ്തു, പ്രഷർ കൂട്ടി. അപ്പോൾ എന്താ പറ്റുന്നത് നോക്കടാ. 10 ലിറ്റർ എന്നുള്ളത് ചുരുങ്ങി 4 ATM ആയപ്പോൾ അത് എത്രയായിട്ട് മാറി? 5 ലിറ്റർ ആയിട്ട് മാറി. വീണ്ടും പ്രഷർ കൂട്ടി 10 ATM ആയപ്പോൾ വോളിയം എത്രയായിട്ട് മാറി? 2 ലിറ്റർ ആയിട്ട് മാറി. അപ്പോൾ ഇത് മാറുന്നതിൽ എന്തോ ബന്ധം കാണുന്നുണ്ട് അല്ലേ? 2 ആയപ്പോൾ 10 ലിറ്റർ വോളിയം, 4 ആയപ്പോൾ 5 ലിറ്റർ വോളിയം, 10 ആയപ്പോൾ 2 ലിറ്റർ വോളിയം. അപ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഒരു നിശ്ചിത അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്? വോളിയം കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുകയാണെങ്കിൽ പ്രഷറും അതുപോലെ തന്നെ ഇവിടെ പറയുന്ന വോളിയവും പരസ്പരം എന്താണ്? ഇൻവേഴ്സ്ലി പ്രപോർഷണൽ എന്ന് പറഞ്ഞൂടെ. വിപരീത അനുപാതത്തിലാണ് പ്രഷറും വോളിയവും. ഒരു കണ്ടീഷനുണ്ട്, പുറത്ത് നമ്മൾ ടെമ്പറേച്ചറിനെ തൊടല്ലേ. ടെമ്പറേച്ചർ ഇവിടെ ഇല്ല, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. പുതിയ മാസമൊന്നും നമ്മൾ അകത്തോട്ട് ആഡും ചെയ്യുന്നില്ല, ആദ്യമുള്ള അളവ് തന്നെയാണ്. എങ്കിൽ പ്രഷറും വോളിയവും പരസ്പരം എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരുത്തം കൂടിയ മറ്റവൻ കുറയും, ഒരുത്തം കൂടിയ മറ്റവൻ കുറയും. നമുക്കതിന് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാൻ പറ്റും? P ഈസ് പ്രപ്പോർഷണൽ ടു 1/V എന്ന് എഴുതിക്കൂടെ? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. P ഈസ് പ്രപ്പോർഷണൽ ടു 1/V. ഇതിനെയാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ദ പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ്. ഇതാണ് റോബർട്ട് ബോയിൽ 1662 പറഞ്ഞ കാര്യമാണ്. എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഞാൻ പറഞ്ഞു ടെമ്പറേച്ചറിനെ മാറ്റാൻ പാടില്ല. വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് പ്രഷറിന്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. സോ V ഈസ് പ്രപ്പോർഷണൽ ടു 1/P. ഞാൻ എഴുതി മാറിപ്പോയി, തിരിഞ്ഞു പോയി. V ഈസ് പ്രപ്പോർഷണൽ ടു 1/P. വോളിയം എന്ന് പറയുന്നത് പ്രഷറിൻ്റെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അവിടെ ടെമ്പറേച്ചറിനും മാസിലും മാറ്റമൊന്നുമില്ല. അപ്പോൾ നോക്കടാ, നമ്മൾ ഓരോ ഗ്യാസ് എടുക്കുകയാണ്. ഹൈഡ്രജൻ എടുത്തു, നമ്മളടുത്ത് ഓക്സിജൻ എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമല്ലേ? എന്ത് കാര്യം നോക്കടാ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇതൊരു ഗ്യാസ്, എക്സ് എന്ന് പറയുന്ന ഗ്യാസ്. ഇതിൻ്റെ പ്രഷർ 2 അറ്റ്മോസ്ഫിയർ ആയപ്പോൾ 10 ലിറ്റർ, 4 അറ്റ്മോസ്ഫിയർ ആയപ്പോൾ 5 ലിറ്റർ, 10 അറ്റ്മോസ്ഫിയർ ആയപ്പോൾ 2 ലിറ്റർ. എല്ലാ ഗ്യാസിലും ഇതേ അളവിൽ തന്നെ ആയിരിക്കുമോ പ്രഷറും വോളിയം മാറുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഗ്യാസിനനുസരിച്ച് മാറും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്യാസിന് ഞാൻ ചിലപ്പോൾ എടുത്തപ്പോഴത്തേക്ക് ഞാൻ 2 ATM കൊടുത്തപ്പോൾ, 2 അറ്റ്മോസ്ഫിയർ കൊടുത്തപ്പോൾ അവിടെ ചിലപ്പോൾ 20 ലിറ്റർ ആയിരിക്കും അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നു. ഓക്കെ, എത്രയായിരിക്കാം? 20 ലിറ്റർ ആയിരിക്കും. ഇതിനെ ഞാൻ വീണ്ടും കുറച്ച് 4 അറ്റ്മോസ്ഫിയർ ആയപ്പോഴത്തേക്കും അത് 5 വരെ എത്രയായിട്ടുണ്ടാവും? ചിലപ്പോൾ 10 ലിറ്റർ ആയിരിക്കാം വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷറിനനുസരിച്ച് വോളിയം മാറും. പക്ഷേ ഈ മാറുന്നതിൻ്റെ തോതുണ്ടല്ലോ, മാറുന്നതിൻ്റെ അളവുണ്ടല്ലോ, എല്ലാ ഗ്യാസിനും ഒരുപോലെ ആവണമെന്നില്ല. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട. നമ്മളൊരു ഗ്യാസ് എടുത്തു. എത്ര എടുത്തു? 10 ലിറ്റർ ഗ്യാസ് എടുത്തു. അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 2 അറ്റ്മോസ്ഫിയർ. നേരത്തെ ഗ്യാസിന് സെയിം. എന്നാൽ അതേ ഗ്യാസിൽ ഞാൻ 2 എന്നുള്ളത് 4 അറ്റ്മോസ്ഫിയർ ആയിട്ട് കൂട്ടുമ്പോൾ അത് 5 ലിറ്റർ ആവണമെന്നില്ല. ചിലപ്പോൾ എത്രയാകാം? അത് 7 ലിറ്റർ ആയെന്ന് വരാം. അത് ആ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഗ്യാസിൻ്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയ വോളിയം കുറയും, പക്ഷേ എത്രത്തോളമാണ് മാറുന്നതെന്നുള്ളത് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അത് കാണിക്കാനാണ് നമ്മളിവിടെ എന്ത് കൊണ്ടുവരുന്നത്? ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരുന്നത് അല്ലേ. ഇവിടെ V ഈസ് പ്രപ്പോർഷണൽ ടു 1/P എന്നാണ് പറയുന്നത്. V മാറുന്നതിനനുസരിച്ച് B മാറും, പക്ഷേ എത്രത്തോളം മാറും എന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് എഴുതാൻ പറ്റും, പ്രപ്പോർഷണൽ സിമ്പിൾ മാറ്റിയിട്ട് നമ്മൾ എഴുതും V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് K ഇൻറ്റു എന്തെന്ന് എഴുതും? 1/P എന്ന് എഴുതും. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം പിടികിട്ടിയോ? ഓരോ ഗ്യാസിലും ഒരുത്തൻ മാറുന്നതിനനുസരിച്ച്, വോളിയം മാറുന്നതിനനുസരിച്ച് പ്രഷർ മാറും, പക്ഷേ എത്രത്തോളമാണ് ആ മാറ്റം എന്നുള്ളത് ആ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ആ ഗ്യാസിൻ്റെ സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ആര്? K എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് K ഡിപ്പെൻഡ് ഓൺ ദ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് മാസ്. കണ്ടോ, ആ ഗ്യാസ് ഏതാണെന്നും അതിൻ്റെ മാസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് കാണിക്കാനാണ് നമ്മളിവിടെ K കൊണ്ടുവരുന്നത്. സോ V ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാൻ പറ്റും? V ഈസ് ഈക്വൽ ടു 1/P. അപ്പോൾ ഇത് നമ്മൾ P ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? V ഇൻറ്റു P ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? V ഇൻറ്റു P ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ഇപ്പോൾ പറഞ്ഞുതരാം, നോക്കിക്കോ.
പിന്നെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണേ. പിന്നെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ എടുത്ത എക്സ് എന്ന ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം പ്രഷർ ഇൻറ്റു വോളിയം 10 × 2 20. പ്രഷർ ഇൻറ്റു വോളിയം 4 × 5 20. പ്രഷർ ഇൻറ്റു വോളിയം 10 × 2 20. കണ്ടോ, ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടെമ്പറേച്ചറിന് മാറ്റമില്ലെങ്കിൽ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഇവിടുത്തെ കേസിൽ അത് എത്രയാണ് ആ കോൺസ്റ്റൻറ്റ്? 20 അല്ലെ. അത് വാല്യൂ മാറുന്നു എന്ന് വെച്ചാൽ ആ വാല്യൂ മാറുന്നുണ്ടോ? ഇല്ല, 20. അപ്പോൾ ഒരു അനുപാതത്തിലല്ലേ അവർ പോകുന്നത്. അതാണ് എന്താ ഇവിടെ മാത്തമാറ്റിക്കലി എഴുതുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രഷർ എന്ന് പറയുന്നത് വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ഇവർ എത്രത്തോളം മാറും എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മൾ ആ കോൺസ്റ്റൻറ്റ് എഴുതി. അപ്പോൾ നമ്മളതിൻ്റെ മാത്തമാറ്റിക്കലി ഒന്ന് അറേഞ്ച് ചെയ്തു. നമ്മൾ P × V എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? K എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഫോർ എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ്. ഒരു നിശ്ചിത ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നോക്കാം, ഈ ഗ്രാഫ് എന്താ പറയുന്നത് നോക്കിയേ. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, P1 × V1. അതായത് ഇപ്പോൾ നമ്മളെ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ 2 അറ്റ്മോസ്ഫിയർ × 10 വോളിയം ഈസ് ഈക്വൽ ടു 4 അറ്റ്മോസ്ഫിയർ × 5 വോളിയം എന്ന് എഴുതിക്കൂടെ? അപ്പോൾ P1 V1 എന്ന് പറഞ്ഞാലും P2 V2 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? സോ ഇതാണ് ബോയിൽ നിയമത്തിൻ്റെ മറ്റൊരു റിലേഷൻ. അപ്പോൾ ബോയിൽ നിയമത്തിൽ 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഒന്ന് P ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V മറ്റൊന്ന് P1 V1 എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? P2 V2 ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നോക്ക്, ഇതൊരു ഗ്രാഫാണ്, ഇതൊരു വോളിയം പ്രഷർ ഗ്രാഫാണ്, ഇതൊരു വോളിയം പ്രഷർ ഗ്രാഫാണ്, പ്രഷർ വോളിയം ഗ്രാഫാണ്. അപ്പോൾ നോക്കിക്കോ, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഓക്കെ, അപ്പോൾ P1 എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ, വോളിയം എന്ന് പറയുന്നത് 80 ലിറ്റർ. അപ്പോൾ V1 എന്ന് പറയുന്നത് 80. അടുത്ത് P2 എന്ന് പറയുന്നത് എത്രയാണ്? 2. V2 എന്ന് പറയുന്നത് എത്രയാണ്? 40. P1 V1 P2 V2 വരുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ P1 × V1 എന്ന് വെച്ചാൽ എത്ര? 80 × 1 80 ഈസ് ഈക്വൽ ടു 40 × 2 എന്ത് തന്നെയാണ്? 80 ആണ്. അപ്പോൾ P1 × V1 എന്ന് പറയുന്നത് എന്താണ്? അത് P2 × V2 ഈക്വലാണ്. ഓക്കെ ആണോ? അടുത്ത നോക്ക്. അടുത്ത പ്രഷർ എന്ന് വെച്ചാൽ P3 എത്രയാണ്? 3 അല്ലേ? P3 എത്രയാണ്? 3. P3യിൽ ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ? P3 എന്ന് പറയുന്നത് നോക്കിയിട്ട് എത്ര എടുക്കാം? 4 ആയിട്ട് എടുക്കാം. 4. വോളിയം എത്ര? V3 എത്ര? 20 × 4 എത്ര തന്നെയാണ്? 80 തന്നെയാണ്. സോ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം PV ഈസ് എ കോൺസ്റ്റൻ്റ് അല്ലെ, PV എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചറും മാസും മാറിയില്ലെങ്കിൽ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രഷറും വോളിയം എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അതായത് ഒന്ന് മാറുന്നുണ്ടെങ്കിൽ അതിന് അനുപാതികമായിട്ട് മറ്റൊന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? മാറുന്നുണ്ടാവും. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? ബോയിൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ബോയിൽ നിയമം അല്ലേ കണ്ടുപിടിച്ചത് ആരാണ്, അല്ലെങ്കിൽ പ്രസ്താവിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഓർത്ത് വയ്ക്കണം? പാവം അല്ലെ, PAVAM പാവം. പ്രഷറിനെയും വോളിയത്തിനെയും തമ്മിലുള്ള ബന്ധമാണ് പാവം ബോയിൽ പറഞ്ഞു തന്നത്. എന്താണ് പറഞ്ഞത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോളിയം കൂടിയാൽ പ്രഷർ കുറയും, അല്ലെങ്കിൽ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അത് അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാൻ പറ്റും P1 × V1 എന്ന് പറയുന്നത് എപ്പോഴും P2 × V2 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മാറ്റം വന്നാൽ, പ്രഷർ ഇവിടെ കുറഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും? അതിന് ആനുപാതികമായിട്ട് അപ്പുറത്ത് കൂടും. സോ ഈ 2 വാല്യൂ എപ്പോഴും പരസ്പരം ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ സിറിഞ്ച് നമ്മൾ പറയുന്ന കേസ് ഞാനിത് ഓൾറെഡി പറഞ്ഞു തന്നുകൊണ്ട് ഞാനിത് വീണ്ടും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എക്സാമ്പിൾസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയോ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. എവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വെതർ ബലൂൺ എന്ന് പറയുന്നത് ഉയരത്തിലോട്ട് പോകും തോറും അതിൻ്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. ദ സൈസ് ഓഫ് ദ വെതർ ബലൂൺ ഗോസ് ഇൻക്രീസിങ് ആസ് ദേ റൈസ് അബോവ് ദ ലെവൽ. എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ആദ്യം കാണുന്നുണ്ട് വെതർ ബലൂൺ. ഇതാ ഇങ്ങനെ ഇരിക്കുന്ന വെതർ ബലൂൺ. ഓക്കെ, ഇത് ഭൂമിയുടെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചുറ്റുമുള്ള പ്രഷർ എന്താണ്? കൂടുതലാണ്. ഭൂമിയുടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ വോളിയം എന്തായിരിക്കും? കുറവായിരിക്കും. ഈ ബലൂൺ ഉയർന്ന് മുകളിലെത്തി. അപ്പോൾ എന്ത് പറ്റി? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഉയരം കൂടുന്തോറും കുറയും. ജോഗ്രഫി പഠിച്ചതാണ്. പ്രഷർ കുറയുമ്പോൾ അപ്പോൾ വോളിയം എന്ത് ചെയ്തു? കൂടി. സോ പ്രഷർ കുറഞ്ഞു, വോളിയം കൂടി. ഏത് ലോ? ബോയിൽസ് ലോ.
ഏതിലോ? ബോയിൽസ് ലോ. മറ്റൊരു എക്സാമ്പിൾ പറയാം. എന്താ പറയുന്നത് നോക്കടാ. ദ സൈസ് ഓഫ് ദ എയർ ബബിൾ റൈസിങ് അപ്പ് ഫ്രം ദ ബോട്ടം ഓഫ് എൻ അക്വാറിയം ഇൻക്രീസസ് ആസ് ദ ഇൻക്രീസ് ദ സർഫസ് ഓഫ് ദ വാട്ടർ. എന്താ സംഭവം? എയർ ബബിൾ ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് ഇങ്ങനെ എടുക്കുക എന്ന് വിചാരിക്കുക. ഫിഷ് ടാങ്കിൻ്റെ ഇവിടെ നമുക്ക് എയർ ബബിൾ വരുന്ന എപ്പോഴും അതിൻ്റെ സൈസ് നോക്കി നമുക്ക് എങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത്? താഴെ ചെറുതും മുകളിലോട്ട് പോകുന്നതോടെ എന്താവും? വലുതാവുകയും ചെയ്യും. എന്തുകൊണ്ട്? ഈ ഭാഗത്ത് ചുറ്റുമുള്ള പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം ഇത്രയും വെള്ളം കിടക്കുകയല്ലേ, അല്ല ഇത്രയും പൊക്കത്തിലെ വെള്ളം അവിടെ നിന്ന് പ്രസ് ചെയ്യുകയല്ലേ. അപ്പോൾ വോളിയം എന്താണ്? ചെറുതാണ്. മുകളിലെത്തുമ്പോഴോ പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. സോ വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? കൂടി. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും. സെറ്റല്ലേ? രണ്ട് എക്സാമ്പിൾസും സെറ്റല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞ എല്ലാവരും. നിയമം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക? നമ്മൾ ഇന്ന് പഠിച്ച നിയമത്തിൻ്റെ പേര് ബോയിൽസ് ലോ. ഓർത്ത് വയ്ക്കാനുള്ള കോഡ് എന്താണ്? പാവം ബോയിൽ അല്ലേ? പാവം ബോയിൽ. പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധമാണ് അപ്പോൾ ബോയിൽ നിയമത്തിൽ പറയുന്നത്. വോളിയം കൂടിയാൽ പ്രഷർ കുറയും അല്ലേ? അപ്പോൾ V ഈസ് പ്രപ്പോർഷണൽ ടു 1/P. മാറിപ്പോലെ പി ആദ്യം എഴുതണം, പി എഴുതിയാൽ മതി. സോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എത്രത്തോളം കൂടുന്നു എന്നുള്ളത് ഗ്യാസിൻ്റെ മാസിനെയും മറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എഴുതാം V ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1/P. വേറെ ആ K എന്ന് പറയുന്നതാണ് എന്ത്? ഒരു കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റ് അവിടെ ഏത് ഗ്യാസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഒരു ഗിവൺ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം വോളിയം ഇൻറ്റു പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റും? ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വോളിയത്തിനെയും പ്രഷറിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ഒരു നിശ്ചിത വോളിയത്തിലുള്ള V1 അല്ലെങ്കിൽ നിശ്ചിത വോളിയത്തിലുള്ള പ്രഷർ P1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? P2 V2ന് ഈക്വൽ ആയിരിക്കും. അത് P3 V3ക്കും ഈക്വൽ ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. നോക്കടാ, ഒരു ചോദ്യം നോക്കിയേ. ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഉണ്ടായിരുന്ന വോളിയം എന്ന് പറയുന്നത് 44 ലിറ്റർ ആണെങ്കിൽ പ്രഷർ നമ്മൾ 4 അറ്റ്മോസ്ഫിയർ ആയിട്ട് കൂടി. അതായത് ഇപ്പോഴത്തെ പുതിയ പ്രഷർ എന്ന് പറയുന്നത് 4 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പുതിയ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിങ്ങനെ ചോദ്യം വന്ന് എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇതുപോലത്തെ ചോദ്യം പരീക്ഷയ്ക്ക് വരും. നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഇത് ഏത് ലോ ഉപയോഗിക്കണമെന്ന്? പ്രഷറുണ്ട്, വോളിയം ഉണ്ട്, പ്രഷറുണ്ട്, വോളിയം ഇല്ല. സാറേ അപ്പോൾ നിയമം ഏത്? ബോയിൽ നിയമം. എന്താ ബോയിൽ പറഞ്ഞത്? P1 V1 എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? P2 V2ന് ഈക്വൽ ആയിരിക്കും. എന്നാൽ പറ P1 എത്രയാ ഇവിടെ? 1 ഇൻറ്റു V1 എത്രയാ? 44 ഇസ് ഈക്വൽ ടു P2 എത്രയാ? 4 ഇൻറ്റു V2. ഇതിന്ന് V2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എത്രയാണ്? എങ്ങനെ കിട്ടും? 1 ഇൻറ്റു 44 1 ഇൻറ്റു 44 ഡിവൈഡഡ് ബൈ എത്രയാണ്? 4. അപ്പോൾ എത്ര? 4 പോകുമ്പോൾ 11. സോ 11 ലിറ്റർ എന്ന് കിട്ടും. സോ പുതിയ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് അറ്റ് 1 ATM. സോ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നെയാണ്? 1 ATM ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1200 ലിറ്റർ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? പ്രഷർ അപ്ലൈ ചെയ്ത് ചേഞ്ച് ചെയ്തപ്പോൾ പുതിയ വോളിയം എന്ന് പറയുന്നത് 30 ലിറ്റർ ആണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന പ്രഷർ എത്ര എന്നാണ് ചോദ്യം. ഇത് തിരിച്ചു മറിച്ച് എങ്ങനെയിട്ടാലും നിങ്ങൾ നിഷ്പ്രയാസം ചെയ്യും. നിങ്ങൾ അത്രയും ബുദ്ധിയുള്ള പിള്ളേരാ അല്ലേ? അപ്പോൾ P1 ഇൻറ്റു V1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 ഇൻറ്റു 1200 ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു എത്രയാണ്? 30. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? എന്ത് കിട്ടും? 1 ഇൻറ്റു 1200 എത്ര തന്നെയാണ്? 1200. P2 ഇൻറ്റു 30 അപ്പുറത്ത് പോകുമ്പം എന്ത് പറ്റും? P2 ഇവിടെ കിടക്കും, 30 ഡിവിഷനിൽ പോകും. ബൈ 30 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? P2 എന്ന് വരും. 0 വെട്ടിപ്പോയി. നമുക്ക് എന്ത് കിട്ടും? 120/3 എന്ന് കിട്ടും. എത്ര കിട്ടും? 120/3. 1 3 3 2 3 6 3 3 9 4 പ്രാവശ്യം 12. അപ്പം 4/4 അല്ലേ? അപ്പം 4 0 40 എന്ന് കിട്ടും. എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 40 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ബോയിൽ നിയമം പഠിച്ചു. ബോയിൽ നിയമത്തിൽ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? പ്രഷറിനെയും വോളിയത്തെയും പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്താണ് ബോയിൽ പറഞ്ഞത്? ടെമ്പറേച്ചറിൽ മാറ്റമൊന്നുമില്ല എങ്കിൽ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, വോളിയം എന്ന് പറയുന്നത്
പ്രഷറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. പഠിക്കുമ്പോൾ തിരിച്ച് പഠിക്കുന്നതാണ് അതല്ല. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടുന്നു. സോ നമുക്ക് പറയാൻ പറ്റും പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു 1/p ആണ്. ആരാണ് ഈ കോൺസ്റ്റൻറ്റ്? എത്രത്തോളം പ്രഷർ കൂടുമ്പോൾ എത്രത്തോളം വോളിയം മാറുമെന്ന് പറയുന്നത് ഓരോ ഗ്യാസിൻ്റെയും പ്രോപ്പർട്ടിയാണ്. സോ അത് നമ്മളവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നിശ്ചിത ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വോളിയവും പ്രഷറും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും P1 ഇൻറ്റു V1 എന്ന് പറയുന്ന ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം P2 ഇൻറ്റു V2 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരാളെ 3 പേരെ തന്നിട്ട് ഒരുത്തനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? മറ്റവനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവിഷനിലോട്ട് കൊണ്ടുവന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഗ്യാസ് ബബിളുകൾ മുകളിലോട്ട് പോകുന്തോറും വലിപ്പം കൂടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് വോളിയം ചെറുതായി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പ്രഷർ എന്ന് പറയുന്നത് കുറഞ്ഞു, അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായി? വലുതായതാണ് സാറേ എന്ന് നിങ്ങൾ പറയും. തീർന്നു, ബോയിൽ നിയമം തീർന്നു. സെറ്റല്ലേ ബോയിൽസ് ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഏതാണ്? ചാൾസ് ലോ ആണ്. ചാൾസ് ലോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.